ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലത്തെ ആദ്യത്തെ ഊട്ടിയിലേക്ക് എത്തിയ വ്ളോഗ് നിങ്ങൾ കണ്ടുകൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് കാണാത്തവർ ഇതിന് മുന്നിലെ വീഡിയോ പോയി കാണുക. ഇതതിൻ്റെ തുടർച്ചയാണ്. രണ്ടാം ദിവസമാണ് ഊട്ടിയിലെ. അപ്പോൾ നമ്മളിന്ന് ഒരു ചെറിയൊരു സെറ്റപ്പിൽ ആണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. എല്ലാവർക്കും ഒരു ബോധ്യം ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സാൻ ഫുഡി സെൻറ്റർ. നല്ല ഫുഡൊന്നും കരുതാം. അപ്പോൾ ബാക്കി ഇഡ്ഡലി വന്നിട്ടുണ്ട്. അല്ല, എങ്ങനെയുണ്ട്? ഏരുവോ? ഇതാണ് ചട്നി. അല്ല, ഇത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് വരാം. നല്ല തണുപ്പ് വേറെ ഏതാണ്ട് ഇങ്ങ നല്ല തണുപ്പിറക്ക് എന്നാണ് ഈ കാച്ചി അണ്ണാച്ചി പറയുന്നത്. അപ്പോൾ ലൗഡയിൽ നമ്മളിപ്പോൾ ലൗഡയില് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ട്രെയിൻ കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്നാ ട്രെയിൻ കയറും, ഇല്ലെങ്കിൽ 2 ഫോട്ടോ എടുത്ത് ഇവിടുന്ന് വരും. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. തണുപ്പും പിന്നെ ഏറിയോണ്ടാണ് ഈ കണ്ണെന്ന് വെള്ളം ഇതൊക്കെ ആകെ എന്തൊക്കെയോ ആയുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ലൗഡയിലാണുള്ളത്. ലൗഡയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ കയറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എടാ, ഒരു മോണിക്ക എടുക്കണം. മോണിക്ക അപ്പോൾ അവിടെ ഫോട്ടോ സെക്ഷൻ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ലൗഡയിൽ നിന്ന് ഞങ്ങൾ ട്രെയിന് എടുക്കാൻ നിന്നെങ്കിലും ടിക്കറ്റ് എല്ലാം ഫുള്ളായി. ആയ സ്ഥിതിക്ക് ഇവിടെ കുറച്ചു നേരം ഫോട്ടോ എടുത്ത് ട്രെയിൻ വരുന്നതും കണ്ട് പുലിവന്മാര് ഫോട്ടോ എടുക്കാണ്. കപ്പിൾസ് ഇവ മിഥുനങ്ങളാണ്. ഇത് വ്ളോഗാ. അതാ ലൗഡയിലെത്തി. ട്രെയിൻ എത്തി. ടോയ് ട്രെയിൻ. ഊട്ടിയിലെ പ്രശസ്തമായ ഊട്ടിപ്പട്ടണം ഉമ്മവാട என்ன பக்கணும் சும்மா இருடா இந்த ஊட்டி இந்த பொட்டி இந்த திருவாட തിരുക്കുവാട. അപ്പൊ അത് പോയി. തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജ്. ഗൈസ്, നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല. ബൊട്ടാണിക് ഗാർഡൻ ഈ ട്രിപ്പിൽ ബൊട്ടാണിക് ഗാർഡൻ അല്ല. കാരണം എല്ലാവർക്കും ബൊട്ടാണിക് ഗാർഡൻ മടുത്തു. ഞാൻ ഇന്നൊക്കെ ഉറങ്ങനാക്കി മാറ്റിയോ? അത് ഇഷ്ടമല്ല. അപ്പോ നമ്മളിപ്പോ ഇവിടെ എത്തിയേ പൈൻ ഫോറസ്റ്റ്. സൗണ്ടൊക്കെ പോയി ഗൈസ്. We are in pine forest in Ooty. Now we get ticket and now about that please. കൊരങ്ങ ഗൈസ്, ഊട്ടിയിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ പൈസ കൊടുത്ത് കയറുന്ന പൈൻ ഫോറസ്റ്റിൽ ഞാനിപ്പോഴാണ് വരുന്നത്. ഓനും ഞങ്ങൾ ഊട്ടി വരും, ബൊട്ടാണിക്കൽ ഗാർഡൻ പോകും ലാസ്റ്റ്. അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങൾ പോയത് തന്നെ പോകുമ്പോൾ ചാടിച്ചാൻ വരുന്നേക്കാരം ഊട്ടിക്ക്. ഇതൊരു ചാടിച്ചാണെങ്കിൽ ഇറങ്ങിയതാ. നിക്കലായി
കാണലായി കാണില്ല. പിന്നെ ഇതാരല്ലേ ഇനി കാണില്ല ഗൈസ്, നിങ്ങൾ വെറും കൂമാട്ട ഒരു. അപ്പൊ നമ്മള് എന്താ തിരിച്ചു വരുന്ന സമയത്ത് ഉദുമണ്ഡലം കഴിഞ്ഞപ്പം ഇവിടെ അടുത്തുള്ള പൈൻ ഫോറസ്റ്റിൽ ഒന്ന് ഈ പൈൻ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ നോർമല് ഊട്ടിന്ന് കൂടല്ലൂരിന്ന് ഊട്ടി വരുമ്പം ആ റോഡ് സൈഡിൽ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഇതേപോലെ ഈ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ പൈൻ ഫോറസ്റ്റിൽ ടിക്കറ്റ് ഉണ്ട്, ഓക്കെയാണ്. സെയിം ടൈം നമുക്ക് ഇവിടെ കുറെ വ്യൂ ഉണ്ട്, ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പൈൻ ഫോറസ്റ്റ് ആണ്. കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഉണ്ട്. ചരിത്രമുണ്ടോ? പൈൻ ഫോറസ്റ്റിന് ചരിത്രമൊന്നും ചരിത്രം ഉണ്ടാവും, ഗൂഗിളിൽ നോക്കിയ ചെളി. ഗൈസ് ഇവിടെ ഒരു മനോഹരമായ ഒരു പുഴയുണ്ട്. പുഴ ഞാൻ വിസിലടിക്കും, വേണ്ടി വന്ന നിന്നെ അടിക്കുന്ന പറഞ്ഞ ആര്? അതാരെ പറഞ്ഞേ? അല്ല. അപ്പോ the nature is going to ജിംഷാക്കട്ടെ. ഈ ഗൾഫൊക്കൊന്നും വേണ്ട, അന്ന് ഞാൻ തീറ്റി പൊരിച്ചോട്ടെ. അനാൻഷാക്ക് ജിംഷാദ് ക്യാമറമാര് ഒക്കെ ജയിക്കോ. അല്ലാ ഇറങ്ങി വരുമ്പോ നല്ല പച്ച കളറ് ഒരു പുഴയുടെ കാണും. എന്ത് പച്ച കളറിനൊരു, നമുക്ക് അടിക്കിറങ്ങാം, അവിടെ എല്ലാരും ഉണ്ട്. വാ. ഇവിടെ ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇപ്പൊ അങ്ങോട്ടൊരു ഫ്രെയിം കൊടുക്ക്. നമ്മളെ അമ്മോൻ ഊട്ടിയിലെ സെൽഫിക്ക് പങ്കെടുക്കാം വിത്ത് ലോക. ഇവിടെ വെള്ളാണേ. എടുത്തോ, കിട്ടിയോ? ഞാനത് കട്ട് ചെയ്തട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളെ മൈക്കില്ല, മൈക്കിന്റെ സൗണ്ട് ഇതായി അല്ലെ, ചാർജ് കഴിഞ്ഞു. പിന്നെ എൻ്റെ തൊണ്ടയിൽ കിച്ചാണ്. തൊണ്ടയിൽ കിച്ചായതിന് ഞാൻ പറയുന്നത് വെച്ചാൽ, ബോസ് പറഞ്ഞ് ഇതിങ്ങനെ വെള്ളത്തിന് പച്ച കാരണം ലീഗാണ്. അപ്പോ ആ കോമഡി പറഞ്ഞ ആളുകളൊന്ന് കാണണം. ബനാണ് ആള്. ആ മികച്ചൊരു കോമഡിന്റെ ആള് ബനാണ്. വാസേജ് കേട്ടോ, ഇത് എല്ലാരും അറിയണം. ഒരു മയക്കൊരു പ്രതീക്ഷ കാണുന്നു. അപ്പൊ മഴ പ്രതീക്ഷിച്ച് അവിടെ നിന്ന് നനയേണ്ടി വരും. അപ്പൊ നമ്മൾ അടുത്ത തീർത്ഥാടന കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ആകർഷകമായി തോന്നിയത് ഈ പച്ചപ്പുഴയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹങ്കർ ഫോർട്ടിലേക്ക്. ഹങ്കർ ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോടറുണ്ട് ഗൈസ്. നമ്മൾ പൈൻ ഫോറസ്റ്റിൽ വന്നാണ് നേരെ ഹങ്കർ ഫോർട്ടിലേക്കാണ് വന്നത്. കണ്ടില്ലേ, കോടം ഇറങ്ങുന്നുണ്ട്. കോടറങ്ങുന്നുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ ഹങ്കർ ഫോർട്ട് എന്ന സ്ഥലത്താണ്. നല്ല നിങ്ങളെ ബാക്കിൽ കാണുന്നില്ല, ഇളക്കിയിട്ടില്ല കോട. ഇങ്ങനെ കോട മൂടി ഇങ്ങനെ വരികയാണ്. തേയില തോട്ടങ്ങൾക്ക് നടുവിൽ കുടിച്ച
അല്ല സോല ഇത് എന്നത് പറയാം. ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഊട്ടി ഹങ്കർ ഫോർട്ട്. നല്ല കോടകൾ, ഒരു കൊളോണിയൽ ടച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആ ബിൽഡിങ്ങുകൾ ഇവിടേക്ക് സ്റ്റേ സാധ്യമാണോ? അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് സ്റ്റേ അല്ല, ഇവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. മതിയല്ലോ എല്ലാരും ബൊട്ടാണിക്കൽ. എന്താ ബൊട്ടാണിക്കല്ലേ? ഇങ്ങോട്ട് വരൂ. അത് നല്ലൊരു ക്ലിക്കാക്കാരം വണ്ടി മുന്നിൽ. ഇവിടെ ഈ ഒരു ചെറിയൊരു പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടല്ലോ, വൻ അടിപൊളിയാക്കാരം. അല്ലെങ്കിൽ ഇത് അടിപൊളിയാണ്. വൻ അടിപൊളി. ഇതെത്ര നമുക്ക് ഒരാൾക്ക് ചാർജ് ചെയ്തോല്? 100 റുപ്യ ഒരാൾക്കോ? ഒരു ചെറിയ ചാറ്റിൽ ഒരു ഫോട്ടോ എടുക്കടാ. ഫോട്ടോ എടുക്കി കളി ജോസ് എത്തിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഗൂഡലു റിസ്കി ഷോട്ടാണ്. ബാക്കി ഇതൊരു അച്ചാർ. അയ്യോ ചാറുപൊടി, ചമ്മന്തി ഉണ്ടോ? പറഞ്ഞോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കൂടലൂരിലെ വീനസ് റെസ്റ്റോറൻറ്റ് നിന്നാണ്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ അത് മഴ പെയ്തു, അവിടുന്ന് ഇങ്ങോട്ട് വരെ മഴയായിരുന്നു. അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾ 2 ദിവസത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് തീർന്നു. നമ്മുടെ വേറൊരു അടിപൊളി ട്രാവൽ വ്ളോഗ് കിട്ടില്ല സ്ഥലത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. അത് വയ്യ ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം, മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവായിട്ടെ നെഗറ്റീവായിട്ടെ എല്ലാം നമ്മൾ സ്വീകരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും ഗൈസ്. നമ്മൾ ഗൂഡല്ലൂർ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, പക്ഷെ ആക്കും ഞാൻ ഇപ്പോൾ.